ശക്തമായ പ്രതിഷേധത്തിനിടയിലും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ശബ്ദ വോട്ടോടെയാണ് ബില്ല് അംഗീകരിച്ചത്. ഗാന്ധി ചിത്രം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പാർലമെന്റിന് മുന്നിലും പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. मजदूर विरोधी भाजपा सरकार मुर्दाबाद, मजदूर विरोधी भाजपा सरकार मुर्दाबाद, मजदूर विरोधी मोदी सरकार मुर्दाबाद, मनरेगा मजदूरी विरोधी सरकार मुर्दाबाद, मजदूर विरोधी मोदी सरकार मुर्दाबाद. പാവപ്പെട്ടവന്റെ തൊഴിലവകാശം അട്ടിമറിക്കുന്ന ബിൽ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം ബില്ലിനെ ചൊല്ലി എൻഡിഎയിലും ഭിന്നത. ബില്ലിനെതിരെ എതിർപ്പുമായി टीडीपी രംഗത്തെത്തി. आखिरी पॉइंट है कि बिना चर्चा के, बिना इस सदन की सलाह लिए इस तरह से जल्दी में विधेयक को पास नहीं होना चाहिए. सर, ये विधेयक वापस लिया जाना चाहिए. इसके बदले में सरकार को एक नया विधेयक पेश करना चाहिए. खत्म करूं. महात्मा गांधी जी मेरे परिवार के नहीं थे, लेकिन मेरे परिवार जैसे ही हैं और इस पूरे देश की यही भावना है सर. सर, इस पूरे देश की यही भावना है. मान्य सर, आखिरी बात. It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. PR സുനിൽ, പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം. ഇതിനിടയിലും ബിൽ അവതരിപ്പിക്കുന്നു. അതിനിടയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇതിൽ തുടക്കം മുതൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അക്കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ശശി തരൂരും അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള പ്രതിഷേധത്തിനിടയിലും ഇത് ബിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ശ്രുതി, തീർച്ചയായും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു ലോക്സഭ കണ്ടത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി ഗാന്ധിജിയുടെ ചിത്രങ്ങളുമായി നടുത്തളത്തിലിറങ്ങി ഈ ബില്ല് അവതരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണെന്നും സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും അധികം പേർ എതിർത്തത് ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് മാറ്റുന്നത് തന്നെയാണ്. ഗാന്ധിജിയുടെ പേര് മാറ്റുന്നതിലൂടെ ഗാന്ധിജിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്ന് പല അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ ഗാന്ധിജി നമ്മുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി നൽകിയത്. രാമരാജ്യം എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമാണ്. ഗാന്ധിജിയുടെ രാമരാജ്യ സ്വപ്നം നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നായിരുന്നു കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അതിന് മറുപടി നൽകിയത്. പിന്നീട് വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. ഏതായാലും സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യത കെട്ടിവെക്കുന്ന, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്ന, മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതി എന്താണോ വിഭാവനം ചെയ്തത് അതിന്റെ എല്ലാ ആശയങ്ങളെയും അന്തസത്തയെയും അടിച്ചമർത്തുന്ന, തകർക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ഈ ഒരു ബില്ലവതരണത്തിൽ സംസാരിച്ച എല്ലാ അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചു. ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബില്ലിനെ എതിർത്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത്. ഏതായാലും ബില്ല് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. അതല്ല എങ്കിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് രണ്ടും അംഗീകരിച്ചിട്ടില്ല തൽക്കാലം. ഇന്ന് ബില്ല് അവതരണത്തിന് ശബ്ദ വോട്ടോടെ ലോക്സഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. പിന്നീട് വലിയ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന് പുറത്തേക്ക് പ്രകടനമായി എത്തുകയും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലിരുന്ന് ധർണ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെയാണ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.